ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിസിക്സ് ട്യൂട്ടോറിയൽ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഫിസിക്സിലെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാർച്ച് 2015 ചോദിച്ചിട്ടുള്ളൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇസ് ദ SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇസ് ഓപ്ഷൻ എ ഹെൻറി, ബി ടെസ്ല, സി ആംപെയർ മീറ്റർ സ്ക്വയർ, ദെൻ ഡി ആംപെയർ മീറ്റർ. അതായത് SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി? യെസ്, ദ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ, ദാറ്റ് ഈസ് ടെസ്ല. ആൻസർ ഈസ് ടെസ്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ് ഇൻ മാർച്ച് 2016. മാർച്ച് 2016 ചോദിച്ചിട്ടുള്ള ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഈസ് എ മൂവിങ് ചാർജ് ക്യാൻ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ്. How does a current loop behaves like a magnetic dipole? That is, how does a current loop behaves like a magnetic dipole? അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, അതായത് ഒരു മൂവിങ് ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു കറണ്ട് ലൂപ്പ് മാഗ്നറ്റിക് ഡൈപോൾ പോലെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഡ്രോ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫോർ ദി കറണ്ട് ലൂപ്പ് ടു സപ്പോർട്ട് യുവർ ആൻസർ. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം ഒന്ന് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഈസ് ഫ്രം വാട്ട് ഈസ് സൈക്ലോട്രോൺ. അപ്പോൾ അത് ഡിലീറ്റഡ് പോർഷൻ ആണ്. സോ വി ആർ നോട്ട് ഗോയിങ് ടു ദാറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ 2 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യാനുള്ളത്. ഒരു മൂവിങ് ചാർജ്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു കറണ്ട് ലൂപ്പ് മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു സൗത്ത് പോളും അതുപോലെ തന്നെ ഒരു നോർത്ത് പോളും കാണാൻ കഴിയും, അല്ലേ? ഇനി മാഗ്നറ്റിക് ഫീൽഡ്, ഒരു സർക്കുലർ ലൂപ്പിനകത്തുണ്ടാവുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ലൂപ്പ് ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. B is equal to μ0/4π2m/x³ എന്നുള്ളതാണ് ഇക്വേഷൻ. അതായത് കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ഹാസ് സൗത്ത് പോൾ അറ്റ് വൺ എൻഡ് ആൻഡ് നോർത്ത് പോൾ അറ്റ് അതർ എൻഡ്. ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ കറണ്ട് ലൂപ്പ് അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ലൂപ്പ് ഈസ് ഗിവൺ ബൈ B is equal to μ0/4π2m/x³. This equation, that is B is equal to μ0/4π2m/x³ എന്ന് പറയുന്ന ഇക്വേഷൻ ദാറ്റ് വി ക്യാൻ കമ്പയർ വിത്ത് ദ ഇക്വേഷൻ ദാറ്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇക്വേഷനുമായിട്ട് കമ്പയറബിൾ ആണ്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ കറണ്ട് ക്യാരിയിങ് സർക്കുലർ ലൂപ്പ് ആക്ട് ആസ് എ ഇലക്ട്രിക് ഡൈപോൾ. ഇനി എങ്ങനെയാണ് അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക, അതായത് ഹൗ വി ക്യാൻ ഡ്രോ ദ മാഗ്നറ്റിക് ലൈൻസ് ഫോർ എ കറണ്ട് ലൂപ്പ് എന്നുള്ളതാണ് നെക്സ്റ്റ് വരച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ലൂപ്പ് കാണാൻ പറ്റും. സോ ഹൗ വി ഹാവ് ടു ഡ്രോ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഫ്രം ദിസ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് the circular loop act as a magnetic dipole. Next question is asked in the year say 2016. 2016 say എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. A current carrying conductor produces a magnetic field in the surrounding space. A current carrying conductor produces a magnetic field in the surrounding space. അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ദാറ്റ് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ്. അതിന് ചുറ്റിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ is name the law which gives the relation between current and the magnitude of the field it produces. So which law gives us the relation between current and the മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫീൽഡ്? അതായത് കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ തരുന്നത് ഏത് ലോ ആണ് എന്നുള്ളതാണ്. ഓർ വിച്ച് റിലേഷൻ ഗിവ്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓർ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ റിക്വയർമെന്റ് എ ഗാൽവനോമീറ്റർ ക്യാൻ ബി യൂസ്ഡ് ആസ് എ കറണ്ട് ഡിറ്റക്ടർ, ആൻ അമീറ്റർ ഓർ എ വോൾട്ട് മീറ്റർ. ഓക്കെ, അതായത് നമുക്കറിയാവുന്ന കാര്യമാണ് അതായത് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഒരു ഡിറ്റക്ടറായിട്ട്, കറണ്ട് ഡിറ്റക്ടറായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഒരു അമീറ്റർ പോലെ അല്ലെങ്കിൽ ഒരു വോൾട്ട് മീറ്റർ പോലെ കറണ്ട് ഡിറ്റക്ടറായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. റൈറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. ആൻഡ് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് യൂസിങ് എ സ്യൂട്ടബിൾ ഡയഗ്രാം അറൈവ് അറ്റ് എൻ എക്സ്പ്രഷൻ ഫോർ ദി കറണ്ട് സെൻസിറ്റിവിറ്റി ഓഫ് എ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. അപ്പോൾ എങ്ങനെയാണ് കറണ്ട് സെൻസിറ്റിവിറ്റി ഓഫ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ കാണുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാം. നോ വി ക്യാൻ ആൻസർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്വസ്റ്റ്യൻ വാസ് നെയിം ദ ലോ വിച്ച് ഗിവ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫീൽഡ് ആണ്. അതായത് കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ തരുന്നത് ഏത് ലോ ആണെന്നുള്ളതാണ്. വിച്ച് ലോ ഗിവ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതേതാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ്. ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ സ്മോൾ എലമെൻറ്റ് ഓഫ് കറണ്ട്
is given by, yes, Biot-Savart law. Biot-Savart law will give the relation between the strength of the magnetic field and the current. Okay, small amount of current. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡിപ്പെൻഡിങ് ഓൺ ദി റിക്വയർമെൻറ്റ് എ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ക്യാൻ ബി യൂസ്ഡ് ആസ് എ കറണ്ട് ഡിറ്റക്ടർ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത് തന്നെയാണ് അല്ലേ? അതായത് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ നമ്മളൊരു കറണ്ട് ഡിറ്റക്ടറായിട്ട് യൂസ് ചെയ്യാറുണ്ട്. റൈറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു കറണ്ട് ക്യാരിയിങ് കോയിൽ, അതായത് ഒരു റെക്ടാങ്കുലർ കോയിലിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി എ ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ ദാറ്റ്. അതായത് അതിനകത്തൊരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും ആൻഡ് ദാറ്റ് ടോർക്ക് വിൽ ബി പ്രൊപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് ദ കറണ്ട്. അപ്പോൾ അതാണ് നമ്മൾ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിനകത്ത് യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ. സോ ഹൗ വി ക്യാൻ ആൻസർ? എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എക്സ്പീരിയൻസസ് എ ടോർക്ക് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇറ്റ് അണ്ടർഗോസ് റൊട്ടേഷൻ. അപ്പോൾ അവിടെ ടോർക്ക് ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും? ദർ will be rotation for that coil. Okay, so that is the principle of a moving coil galvanometer. That is a current carrying conductor experiences a torque in a magnetic field and it undergoes rotation. And the next question is, using a suitable diagram arrive at an expression for the current sensitivity of a moving coil galvanometer. എങ്ങനെയാണ് ഒരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ കറണ്ട് സെൻസിറ്റിവിറ്റി കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് ദ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ യൂണിറ്റ് കറണ്ട് ആണ്. ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ യൂണിറ്റ് കറണ്ട് ഇൻ ദ കേസ് ഓഫ് എ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിനെയാണ് നമ്മൾ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ ഒരു ഐ കറണ്ട് പാസ് ചെയ്യണം. അതായത് കോയിലിലൂടെ ഒരു ഐ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ആ കോയിലൊരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു പറഞ്ഞു അല്ലേ? ആ ടോർക്ക് കാരണം എന്ത് ചെയ്യും? ആ കോയിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അതിൻ്റെ ഫൈബറിനെ ട്വിസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ റൊട്ടേറ്റിംഗ് ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ടോ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? NAIB എന്നുള്ളതാണ്. അവിടെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്. A എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കോയിലാണ്. അപ്പോൾ ടോ ഇസ് ഈക്വൽ ടു NAIB എന്ന് പറയുന്ന ഒരു വാല്യൂ, അതായത് ഒരു ടോർക്ക് അവിടെ ആക്ട് ചെയ്യുന്ന സമയത്ത് അതിന് ഇൻറ്റേർണലി എന്തുണ്ടാവും? ഒരു ഇലാസ്റ്റിക് ടോർക്ക് ഡെവലപ്പ് ചെയ്യും. ദാറ്റ് വിൽ ഒപ്പോസ് ദ ഡിഫ്ലക്ഷൻ. അതായത് ഉണ്ടാവുന്ന ടോർക്കിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാവുന്ന ഒരു ഇൻറ്റേർണൽ ഇലാസ്റ്റിക് ടോർക്ക് എന്ത് ചെയ്യും? ആ കോയിലിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, അതായത് ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും, അതായത് ഒപ്പോസിങ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും? കുറച്ച് സമയം റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ കം ടു ഇക്വിലിബ്രിയം. ഓക്കെ, ആഫ്റ്റർ റൊട്ടേറ്റിംഗ് ദ കോയിൽ ത്രൂ എ സർട്ടൻ ആംഗിൾ തീറ്റ ദാറ്റ് വിൽ കം ടു ഇക്വിലിബ്രിയം. അപ്പോൾ അവിടെ ഇക്വിലിബ്രിയത്തിൽ വരുന്ന സമയത്ത് അതായത് ദ ടോർക്ക് പ്രൊഡ്യൂസസ് എ റീസ്റ്റോറിംഗ് ടോർക്ക്. അതിൻ്റെ നമുക്ക് എങ്ങനെ എഴുതാം? K5 എന്ന് പറയാം. അപ്പോൾ 5 ആണ് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നതെങ്കിൽ K5 എന്നറിയാം, എഴുതാം. ഇനി ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ടോർക്ക് ഓൺ ദ കോയിൽ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? റീസ്റ്റോറിംഗ് ടോർക്കിന്, അതായത് സ്പ്രിങ്ങിൽ ഉണ്ടാവുന്ന റീസ്റ്റോറിംഗ് ടോർക്കിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിനൊന്ന് ഇക്വേറ്റ് ചെയ്യാം. അവിടെ ഉണ്ടാവുന്ന റീസ്റ്റോറിംഗ് ടോർക്ക് K5 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ NAIB വിൽ ബി ഈക്വൽ ടു K5 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദ ടോർക്ക് പ്രൊഡ്യൂസസ് എ റീസ്റ്റോറിംഗ് ടോർക്ക് ഇൻ ദ സ്പ്രിംഗ്, ദാറ്റ് ഈസ് K5. Here phi is the deflection and under equilibrium what will happen? Torque on the coil will be equal to restoring torque on the spring. That is NAIB is equal to K5 ആണ്. ഈ ഇക്വേഷൻസ് ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. NAIB is equal to K5 ആണ്. അതിൽ നമുക്ക് K അതായത് 5/I കാണാമല്ലോ, അതായത് കറണ്ട് സെൻസിറ്റിവിറ്റി കാണാം. 5/I ആണ് കറണ്ട് സെൻസിറ്റിവിറ്റി. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? NAB/K എന്ന് കിട്ടും. അതായത് 5/I എന്ന് പറയുന്നതാണ് കറണ്ട് സെൻസിറ്റിവിറ്റി. ദാറ്റ് വിൽ ബി ഈക്വൽ ടു NAB/K എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് ഡിറൈവ് ചെയ്യാവുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ അതൊന്ന് നന്നായി മനസ്സിലാക്കി പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ് ഇൻ ദ ഇയർ മാർച്ച് 2017. മാർച്ച് 2017 ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എൻ ഇലക്ട്രിക് ചാർജ് Q is moving with a velocity V in the direction of a magnetic field B. The magnetic force acting in the charge is, the options are QVB 0, Q/B, then V/QB. അപ്പോൾ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ഒരു ഇലക്ട്രിക് ചാർജ് Q which is moving in a velocity with a velocity V in the direction of a magnetic field ആണ്. അതായത് അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിലാണ് എന്ത് മൂവ് ചെയ്യുന്നത്? ഇലക്ട്രിക് ചാർജ് മൂവ് ചെയ്യുന്നത്. അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫോഴ്സ് എത്രയായിരിക്കും എന്നുള്ളതാണ്. ഹിയർ മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങനെ കാണാം? QVB sin θ ആണ് അല്ല. θ വിൽ ബി 0 ഡിഗ്രി, അതായത് സെയിം ഡയറക്ഷനിലാണ്. സോ what will be the magnetic force? അതായത് QVB sin 0. sin 0 0 ആയതുകൊണ്ട് the answer will be yes 0. Okay, so option second one is the correct answer.
Then next question is, an ammeter is a current measuring device which is always connected in dash in an electric circuit. നമുക്കറിയാവുന്നതാണ് അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് മെഷറിംഗ് ഡിവൈസ് ആണ്. സോ അതെങ്ങനെയാണ് നമ്മളൊരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത്, അതായത് സീരീസ് ആണോ പാരലൽ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ അമ്മീറ്റർ എപ്പോഴും കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ദാറ്റ് വിൽ ബി കണക്റ്റഡ് ഇൻ സീരീസ്. ഓക്കെ, സോ സീരീസ് ഈസ് ദ കറക്റ്റ് ആൻസർ. Next question is asked in the year 2017 say examination, and this is a 5-mark question. Question is, state and explain Ampere circuital theorem. Ampere circuital theorem statement ആണ് ചോദിച്ചിട്ടുള്ളത്. And next question is, derive an expression for the magnetic field intensity produced at a point lying along the axis of a circular coil carrying current. Okay, അപ്പോൾ എങ്ങനെയാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഇൻറ്റൻസിറ്റി പ്രൊഡ്യൂസ്ഡ് അറ്റ് എ പോയിന്റ് ലൈങ് അലോങ് ദി ആക്സിസ് ഓഫ് എ സർക്കുലർ കോയിൽ കാണുക എന്നുള്ളതാണ്. അതൊരു സർക്കുലർ കോയിലിന് ചുറ്റുമുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണുന്നതിനുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ആൻസർ ചെയ്യാം. ഫസ്റ്റ് കേസിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, എന്താണ് ആംപിയർ സർക്യൂട്ടൽ തിയറം. ആംപിയർ സർക്യൂട്ടൽ തിയറം പറയുന്നത് എന്താണ്, നിങ്ങളുടെ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു μ0 ടൈംസ് ദ ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ പാത്ത് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ക്ലോസ്ഡ് സർഫസ് അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് പാത്ത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അതായത് ഇൻ്റഗ്രൽ B.dl കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു μ0 ടൈംസ് ദ ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ പാത്ത് ആയിരിക്കും. അതായത് μ0 ഇൻറ്റു ഐക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊരു ക്ലോസ്ഡ് പാത്ത് ആയിരിക്കണം. ഇനി അത്തരത്തിൽ നമ്മളൊരു സർക്യൂട്ട്, അതായത് ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ, ഇപ്പോൾ നമ്മളിവിടെ ഡയഗ്രത്തിൽ കാണുന്നത് പോലെ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്യാരി ചെയ്യുന്ന കറണ്ട് I ആണ്. ഇനി അപ്പോൾ അതിന് ചുറ്റും നമുക്കൊരു സർക്കുലർ പാത്ത് ഇമാജിൻ ചെയ്യണം. ഓക്കെ, ദാറ്റ് പ്ലെയിൻ ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. അതായത് അതിൻ്റെ പ്ലെയിൻ എന്തായിരിക്കണം, സർക്കുലർ പാത്തിൻ്റെ പ്ലെയിൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിരിക്കും പ്ലെയിൻ ഓഫ് ദ പേപ്പറിന്. ആൻഡ് റേഡിയസ് then we can prove that line integral B.dl is equal to μ0 into sigma I or μ0 into I total current ന് equal ആയിരിക്കും. സോ എങ്ങനെ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം, അക്കോർഡിംഗ് ടു അമ്പേഴ്സ് ലോ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് along any closed path is equal to μ0 times the current passing through the surface. μ0 times the current passing through the surface ആയിരിക്കും. that is line integral B.dl is equal to μ0 into sigma I or μ0 into Iക്ക് ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is, so first of all നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സർക്കുലർ ലൂപ്പ് പ്രൊഡ്യൂസ്ഡ് റേഡിയസ് ലൈങ് അലോങ് ആൻഡ് വിച്ച് ക്യാരീസ് എ കറന്റ് സർക്കുലർ. ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി കാണാൻ കഴിയും ഒരു സർക്കുലർ കോയിലിന്റെ കേസിൽ ഉണ്ടാവുന്ന ഒരു സർക്കുലർ ലൂപ്പാണ്. ഇന്റൻസിറ്റി കാണാനുള്ള ചെയ്യുന്ന കറന്റാണ് I എന്ന് പറയുന്നത്. ഇനി കൺസിഡർ ചെയ്യുന്നത് ഒരു P എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. അതായത് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം എ, അതായത് എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട് ലൂപ്പിൽ. അതിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് ആണ് പി. അതേപോലെ തന്നെ സെന്റർ പോയിന്റ് ആണ് ഒ, അതായത് ലൂപ്പിന്റെ സെന്റർ ആണ് ഒ. ഒയിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലത്തിലാണ് പോയിന്റ് പി ഉള്ളത്. ഇനി ചെയ്യുന്നത് എ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ ചെറിയൊരു എലമെന്റ് കൺസിഡർ ചെയ്യാണ്, ഡി എൽ എന്ന് പറയുന്ന ഒരു എലമെന്റ് കൺസിഡർ ചെയ്യണം. നമുക്കിവിടെ കാണേണ്ടത് ഈ ലൂപ്പ് കാരണം പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഈ കോയില് ഒരു, അതായത് കുറെ നമ്പർ ഓഫ് എലമെന്റ്സ് ഡി എൽ എന്ന് പറയുന്ന സ്മോൾ നമ്പർ ഓഫ് എലമെന്റ്സ് ചേർന്ന് ഉണ്ടാവുന്ന ലൂപ്പാണെന്നുള്ളത് കൺസിഡർ ചെയ്യാം. അപ്പൊ അതിലൊരു സിംഗിൾ പോയിന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഡി എൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പി എന്ന് പറയുന്നതിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻസ് ഡിഫറെന്റ് ഡയറക്ഷൻസിലായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഡി ബിയെ ഒന്ന് റിസോൾവ് ചെയ്യാം, രണ്ട് കമ്പോണൻസ് ആക്കിയിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാം. അതായത് എലോങ് എക്സ് ആക്സിസും എലോങ് വൈ ആക്സിസും നമുക്ക് റിസോൾവ് ചെയ്യാം. അതായത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഡി ബി കോസ് 5 അതുപോലെ തന്നെ ഡി ബി സൈൻ 5 ആണ്. അപ്പൊ ഡി ബി കോസ് 5 എന്ന് പറയുന്നത് എലോങ് പി വൈ ആണ്. അതുപോലെ തന്നെ ഡി ബി സൈൻ 5 എന്ന് പറയുന്നത് എങ്ങനെയാണ്, ദാറ്റ് വിൽ ബി എലോങ് പി എക്സ് ആണ്. ഓക്കെ, ഡി ബി സൈൻ 5 ഇസ് എലോങ് പി എക്സ് ആണ്. ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ സർക്കുലർ ലൂപ്പ് കാരണം ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തിട്ടുള്ള ഡി എൽ എന്ന് പറയുന്ന എലമെന്റ് കൊണ്ട്, സ്മോൾ എലമെന്റ് കൊണ്ട് ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പി ആണ് കാണുന്നത്. അപ്പൊ അതിനെ നമുക്ക് ഡി ബി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു μ0 by 4π IDL sin θ by x square ആണ് അല്ലെ. അവിടെ ഉണ്ടാവുന്ന ആംഗിൾ എത്രയാണ് നോക്കി നോക്കൂ, അതായത് ഇൻ ബിറ്റ്വീൻ അതിനിടയ്ക്ക് ഉണ്ടാവുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ μ0 by 4π IDL by x square എന്ന് കിട്ടും. ഇനി ഇവിടെ നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോസ് കമ്പോണൻസ് എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ്. സോ ദേ വിൽ ഗെറ്റ് ക്യാൻസൽഡ്. റിമൈനിങ് ടേംസ് ഏതാണ് വരുന്നത്, ഡി ബി സൈൻ 5 ആണ്. സോ ദാറ്റ് ഓൺലി വിൽ ഗെറ്റ്
ആഡഡ്. ഓക്കെ, അപ്പൊ അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കാണാം? ബി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ബി സൈൻ ഫൈ എന്ന് കാണാം. ഇനി ഡി ബിയുടെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഇന്റഗ്രൽ മ്യൂ 0/4π ഐ ഡി എൽ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ ഫൈ എന്ന് കിട്ടും. സോ ഇനി ഇതിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഡയഗ്രത്തിനകത്ത് ട്രയാങ്കിൾ എ ഒ പി ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. എ ഒ പി അതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് സൈൻ ഫൈ കണ്ടാൽ എന്താണ് വരുന്നത്? ഫൈ എന്ന് പറയുന്ന ആംഗിള് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സൈൻ ഫൈ വിൽ ബി ഈക്വൽ ടു എ ബൈ എക്സ് അല്ലെ. അതൊന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എ ബൈ എക്സ് എന്ന് നമ്മൾ സൈൻ ഫൈക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത്? b is equal to integral mu 0/4π i a by x cube into dl എന്ന് വരും അല്ലെ. ഇനി ഇവിടെ കോൺസ്റ്റൻസിനെ ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്താ വരുന്നത്? ബാക്കി mu 0/4π i a by x cube into integral dl ആണ് വരുന്നത് അല്ലെ. ഇന്റഗ്രൽ dl എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? അതായത് ഡി എൽ എന്ന് പറയുന്നത് ചെറിയൊരു എലമെന്റ് ആണ്, നമ്മൾ എടുത്തിട്ടുള്ള സർക്കുലർ ലൂപ്പിലെ ചെറിയൊരു എലമെന്റ് ആണ്. അപ്പൊ അതിന്റെ ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തായിരിക്കും? അതിന്റെ ഏരിയ ആണ് അല്ലെ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2π a. ഇന്റഗ്രൽ ഡി എൽ ഇസ് ഈക്വൽ ടു 2π a ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇന്റഗ്രൽ mu 0/4π i a by x cube into 2π a എന്ന് എഴുതാം. സിമിലർ ടേംസ് ക്യാൻസൽ ചെയ്താൽ റിമൈനിങ് ഇക്വേഷൻ എന്തായി മാറും? ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ mu 0 i a സ്ക്വയർ ബൈ 2x ക്യൂബ് എന്ന് വരും അല്ലെ. ഇനി നമ്മൾ ഈ എക്സിന് പകരം, അതായത് ഇവിടെ ട്രയാങ്കിൾ എ ഒ പി ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കിയോക്കൂ. എ ഒ പി അത് റൈറ്റ് ആംഗിൾഡ് ആയതുകൊണ്ട് എക്സ് സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അപ്പൊ എക്സ് എന്തിന് ഈക്വൽ ആയിരിക്കും? ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു ഹാഫ് അല്ലെ. അപ്പൊ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ബി വിൽ ബി ഈക്വൽ ടു mu 0 i a സ്ക്വയർ ബൈ 2 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2. So this is the expression for finding the magnetic field intensity in the case of a circular coil carrying a current. അപ്പോൾ ഒരു സർക്കുലർ കോയിൽ കാരണം ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള എക്സ്പ്രഷൻ ആണ്. അതായത് along the axis of the coil ആയിരിക്കും ആ പോയിന്റ്. അതായത് പി എന്ന് പറയുന്ന പോയിന്റ് along the axis of the coil ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പൊ ആ കേസിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ആണ് mu 0 i a സ്ക്വയർ ബൈ 2 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is explain the theory and working of a moving coil galvanometer. അപ്പോൾ ഒരു മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ വർക്കിങ്ങും തിയറിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? അതായത് ഒരു കറന്റ് കാരിയിങ് റെക്ടാങ്കുലർ കോയിൽ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ദർ എക്സ്പീരിയൻസസ് എ ടോർക്ക് ആണ് അല്ലെ. ഒരു ടോർക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യും ആൻഡ് ദാറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു കറന്റ് പാസിംഗ് ത്രൂ that is a conductor carrying current when placed in magnetic field experiences a force. Okay, and ഈ ഫോഴ്സ് നമ്മൾ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഫോഴ്സ് ആണ് നമുക്ക് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് കറണ്ട് ആണ് കാണേണ്ടതെങ്കിൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവാതിരിക്കുക. ഇനി എങ്ങനെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് അറിയാവുന്ന പോലെ, അതായത് ഒരു മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിനകത്ത് ഒരു റെക്ടാങ്കുലർ കോയിൽ ഓഫ് വയർ ഉണ്ട്. അതിന്റെ ഏരിയ എ ആണ് ആൻഡ് നമ്പർ ഓഫ് ടേൺസ് n ആണ്, വിച്ച് ഇസ് വൂണ്ട് ഓൺ എ മെറ്റാലിക് ഫ്രെയിം. ആ ഒരു മെറ്റാലിക് ഫ്രെയിമിൽ വൂണ്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് വിച്ച് വിൽ ബി പ്ലേസ്ഡ് ബിറ്റ്വീൻ 2 മാഗ്നറ്റ്സ്. അതാണ് ഇവിടെ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്. രണ്ട് മാഗ്നറ്റ്സിന് ഇടയിലാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി മാഗ്നറ്റ്സ് കോൺകേവ് ആയിരിക്കും, അതായത് ഷേപ്പ് കോൺകേവ് ആയിരിക്കും ആൻഡ് ദാറ്റ് വിൽ പ്രൊഡ്യൂസ് റേഡിയൽ ഫീൽഡ്. അതായത് ഇവിടെ ഷേപ്പ് കോൺകേവ് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന ഫീൽഡ് റേഡിയൽ ആയിരിക്കും. ഇത്രയുമാണ് അതിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് വർക്കിംഗ് നടക്കുന്നത് നോക്കാം. ഇനി ഐ എന്ന് പറയുന്ന കറണ്ട് ആണ് ആ കോയിലൂടെ പാസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ആ ടോർക്ക് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ദാറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു കറണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഇനി അവിടെ ഉണ്ടാവുന്ന ടോർക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടോ ഇസ് ഈക്വൽ ടു NIAB ആണ്. അതായത് എ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്, ബി മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഇനി ആ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അതിനകത്ത് അതായത് ഒരു ഇന്റേണൽ ഇലാസ്റ്റിക് ടോർക്ക് ഡെവലപ്പ് ചെയ്യും ഉള്ളില്. അതായത് അത് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ടോർക്ക് ആയിരിക്കും. അതിനുള്ള ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ട് എന്ത് ചെയ്യും? അത് ആക്ട് ചെയ്യും. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ആംഗിൾ എന്ന് പറയുന്ന റീസ്റ്റോറിംഗ് ടോർക്കിനെ നമുക്ക് K∅ എന്ന് പറയാം. അതായത് ഇനി ഇക്വിലിബ്രിയത്തിലാവുന്ന അപ്പൊ എന്ത് ചെയ്യും? അത് അതിനെ ഒപ്പോസ് ചെയ്യും അല്ലെ. അതായത് അത് റൊട്ടേറ്റ് ചെയ്യും. ടോർക്ക് ഉണ്ടാവുന്ന സമയത്ത് അത് റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേഷനെ അത് റിപ്പൽ ചെയ്യാണ് ചെയ്യുന്നത്. സോ വാട്ട് വിൽ ഹാപ്പൻ? അത്
ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന കേസിൽ അവിടെ ഉണ്ടാവുന്ന ടോർക്ക് ഓൺ ദ കോയിൽ വിൽ ബി ഈക്വൽ ടു റീസ്റ്റോറിംഗ് ടോർക്ക് ഓൺ ദ സ്പ്രിംഗ് ആയിരിക്കും. സോ NIAB വിൽ ബി ഈക്വൽ ടു K5 ആണ്. അതിൽ നിന്ന് 5 കാണാലോ. 5 is equal to BAN/K എന്നുള്ളതാണ്, ഇൻറ്റു I ആണ്. ഓക്കെ, അത് BAN/K എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് ഫോർ എ ഗാൽവനോമീറ്റർ. ആൻഡ് ഹിയർ വി ക്യാൻ സേ ദാറ്റ് 5 ഈസ് പ്രൊപ്പോർഷണൽ ടു I ആണ്. അതായത് ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്, ഡിഫ്ലക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ കറണ്ട് പാസിംഗ് ത്രൂ ദ ഗാൽവനോമീറ്റർ. അതായത് 5 എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ആണ്, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് പാസിംഗ് ത്രൂ ദി ഗാൽവനോമീറ്റർ ആണ്. സോ ദാറ്റ് ഈസ് ദ വർക്കിംഗ് ഓഫ് എ മൂവിംഗ് കോയിൽ galvanometer. Hope it is clear to you. Now we can conclude the video. If you like the video, please like, share and subscribe. Thanks for watching.